കാസർഗോഡ് കരിപ്പൊടിയോട് വ്യക്തിപരമായിട്ട് എനിക്ക് വെറുപ്പുണ്ടായില്ല. അപ്പൊ എന്തല്ല കുഞ്ഞുമക്കളെ ഉഷാറില്ല. വിഷു കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് തിരക്കാണ്. വിഷു കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറയാം. അപ്പൊ സിമ്പിൾ 2-3 കാര്യങ്ങൾ പറയാം. ഒരുത്തിന് എന്നോട് ഇപ്പൊ ചോദിച്ച നീ പോടാ, നിനക്ക് കാസർഗോഡിനെ പറ്റി എന്തറിയാം? എന്റെ കുഞ്ഞുമോനെ കാസർഗോഡ് 10-15 വർഷം കച്ചവടം ചെയ്ത ഒരാളാണ്. KPR റോഡ് നമ്മൾക്ക് ഇഷ്ടം ആംബ്ലേറ്റ് കൊണ്ടത്തിന്റെ വീടിന്റെ പള്ളക്ക് BR വാച്ചസ്. അപ്പൊ കുഞ്ഞുമക്കൾ അപ്പൊ അവിടെ കച്ചവടം ചെയ്ത് എത്ര വട്ടം ബന്ധാക്കിനും എത്ര ബന്ധാക്കിയിട്ട് ഓടിനൊന്നും എനിക്കറിയാം. അപ്പൊ ഇപ്പൊ നല്ലൊരു സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന കാസർഗോഡ് ജില്ല, ഇപ്പൊ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് കാസർഗോഡ്. അതിൻ്റെ ഇടക്കാണ് ഇതിനെ പോലത്തെ കൂതറ ചാനലും വെച്ചിട്ട് ആൾക്കാരെ വെറുപ്പിക്കലായിട്ട് വരുന്ന ഖാദർ കരിപ്പൊടി എന്ന ഓന്റെ വാക്കിനെയാണ് എനിക്ക് വെറുപ്പ്. കാസർഗോഡ് കരിപ്പൊടിയോട് വ്യക്തിപരമായിട്ട് എനിക്ക് വെറുപ്പുണ്ടായില്ല, പക്ഷെ അവന് പറഞ്ഞ ഒരു വാക്ക് ആൾക്കാരെ വെറുപ്പിക്കൽ. അതാണ് ഞാൻ പറയുന്നത്. ഈ കാസർഗോഡ് ജില്ലയെ കൊണ്ട് ഈ ഖാദർ കരിപ്പൊടി എന്ത് ചെയ്ത് കുഞ്ഞുമക്കളെ? ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാരെ തല്ലിക്കലും കുത്തിത്തിരിപ്പും അല്ലാതെ വേറെന്ത് പണിയാണ് അവൻ ചെയ്യുന്നത്? അപ്പോൾ ഓൻക്ക് കുതിര ചാനൽ റീച്ചില്ലായിരിക്കും, വീണ്ടും ഇടക്കിടക്ക് വന്ന് ഇതിനെ കുത്തിത്തിരിപ്പ്, അതിൻ്റെ പരിപാടി. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കുഞ്ഞുമക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാസർഗോഡ് ജില്ലയിൽ എല്ലാ ജനങ്ങളും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനങ്ങളായത് കൊണ്ട് നല്ലവരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവനെ പോലും നിങ്ങൾ തിരിച്ചറിയുക. അത് മാത്രം, വേറൊന്നുമില്ല. വെറുപ്പിക്കലിന്റെ ആശാനാണ് പോത്തിലമടിക്ക്. അത് ഓന് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കലാണ്, മറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവനോട് നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറയാം. എൻ്റെ കുഞ്ഞുമോനെ, ആ വീഡിയോ കോളിൽ മണിക്കുട്ടി ചാടിക്ക് ഒരു വീഡിയോ ഉണ്ടല്ലോ കുഞ്ഞുമോനെ, അത് ഇടയ്ക്കെടുത്ത് ഇട്ടുകൊണ്ട് നിൽക്കും, നാട്ടുകാർ കാണട്ടെ. അപ്പോൾ നിന്റെ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു പോത്തിലമടക്കി.